ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നത്തേത് ഒരു പൊന്നാനി സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. പലഹാരങ്ങളും ഒത്തുകൂടലും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഇന്നിപ്പോൾ ഇതാ പപ്പയും ഉമ്മയും 2 മാസത്തെ ദുബായ് വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു. അങ്ങനെ അവരെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് എൻ്റെ പപ്പാൻ്റെ ബ്രദറാണ് എളാപ്പ. ഇപ്രാവശ്യത്തെ ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ടൊക്കെ വന്ന് ജയിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. അന്ന് രാത്രി എളാപ്പ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് എല്ലാവരും കൂടി കൊടുത്തിട്ടുള്ളൊരു സ്വീകരണമാണ് കേട്ടോ ഇത്. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയൊക്കെ ഒത്തുകൂടാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആരും മിസ്സാക്കൂല കേട്ടോ. എല്ലാവരും കൂടി ഒത്തുകൂടി ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നതാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ പൂത്തിരി കത്തിക്കലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്ത്. എല്ലാവരും കുട്ടികളുടെ എക്സാമിൻ്റെ തിരക്കിലാവില്ലേ. ഏകദേശം ഇപ്പോൾ കഴിയാനായിട്ടുണ്ട്. എക്സാംസൊക്കെ ആയാൽ കുട്ടികളെക്കാട്ടി ടെൻഷൻ ചിലപ്പോൾ നമുക്കാവും. കുട്ടികളുടെ എക്സാമിൻ്റെ തലേ ദിവസമാവും പഠിക്കാൻ ചിലപ്പോൾ തുടങ്ങലും ആ ഒരു പേടി വരലും ഒക്കെ. കെൻസ് ഇപ്പോൾ 8th കേട്ടോ പഠിക്കുന്നത്. 8th 9th ഒക്കെ കണ്ടിന്യൂഷൻ ആണല്ലോ 10th. അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ക്ലാസ് പഠിച്ചിട്ടില്ലെങ്കിൽ 10th എത്തുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കെൻസിനൊക്കെ ഞാൻ സ്കൂൾ ക്ലാസ്സസിന് പുറമെ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കാറുണ്ട് കേട്ടോ. കെൻസ് ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് റൂം കോഴ്സാണ് അറ്റൻഡ് ചെയ്യുന്നത്. 10x = 3 × 3x + 2. സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസും ഇവിടെയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, ടെർമിനൽ എക്സാംസ്, ചാപ്റ്റർ വൈസ് എക്സാംസ്, പിന്നെ പാരൻസ് മീറ്റിംഗ്, ഓരോ കുട്ടിയെയും കറക്റ്റായിട്ട് ഇവർ ഇവാലുവേറ്റ് ചെയ്യും. ഇത് ഒരു 1-to-1 ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ നല്ല കംഫർട്ടായിട്ട് തന്നെ കുട്ടികൾക്ക് ചെയ്യാം. ഓരോ കുട്ടിക്കും ഫസ്റ്റ് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് അവരുടെ ബേസിക്സ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ക്ലിയർ അല്ലെങ്കിൽ അവർക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തിട്ടാണ് ബാക്കി ക്ലാസ്സസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുക. എക്സാംസ് ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ആണ് അല്ലേ, എവിടുന്ന് പഠിച്ചു തുടങ്ങണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നുള്ളതൊക്കെ. ഇങ്ങനത്തെ കംപ്ലീറ്റ് ഗൈഡൻസോട് കൂടിയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ക്ലാസ് കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും ഒരു ടെൻഷൻ ഇല്ലാതെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇവരുടെ സർവീസിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ക്ലാസ്സസൊക്കെ നമ്മളെ കൺവീനിയൻറ്റ് ടൈമിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇൻ്റർവെല്ലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഉമ്മ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വന്നിട്ടുള്ള ഓർഡേഴ്സും പിന്നെ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, അങ്ങനെ ഫുൾ കുക്കിംഗ് പരിപാടികളിലാണ്. ഈ ഒരു പലഹാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അമ്പായത്തിൻ്റെ ഇടയാണ്. ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. നമ്മളെ സ്നാക്ക് ലോഡിൻ്റെ പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ. അതുവഴി സ്നാക്ക് ലോഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുക. ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസും എല്ലാതും അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഐറ്റംസാണ്. പൊന്നാനി സ്പെഷ്യൽ പലഹാരങ്ങളാണ്. കോഴിയട, പിന്നെ ചുക്കപ്പം വിത്ത് ബീഫ്, കാജ, അങ്ങനെ നമുക്ക് കുറേ ദിവസങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസും ഉണ്ട് കേട്ടോ, ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഈ ഉന്നക്കായ, കട്ട്ലറ്റ്, അതുപോലെയുള്ള ഐറ്റംസ്, പിന്നെ എള്ളുണ്ട, അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉന്നക്കായൊക്കെ ഫ്രോസൺ ആയിട്ട്, അതായത് ഫ്രൈ ചെയ്യാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ തറവാട്ടിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഒരു ലേഡീസ് മീറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ തറവാട്ടിലെ ലേഡീസ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോരോ വീടുകളിലായിട്ട് കൂടും. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പലഹാരത്തിൻ്റെ പണികളും ഒക്കെ നടക്കുകയാണ്. നമ്മളിവിടെ വീട്ടിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വരുന്നവരും ഓരോരോ ഐറ്റം പലഹാരം കൊണ്ടുവരും. ഇവിടെ അമ്മേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. അങ്ങനെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാതും പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാണ്.
എല്ലാവരും ഇതാ പല പല ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ക്യാരറ്റ് പോളയാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഇതാ കായ ബജിയാണ്. അൽമാസ്, ബൺ നിറച്ചത്, മോമോസ്, ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, കായ്പോള, അങ്ങനെ കുറേ ടൈപ്പ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാവരും കൂടിയിട്ടുള്ള വിളമ്പലും കട്ട് ചെയ്യലും ഉണ്ടാക്കലും അതിൻ്റെയൊക്കെ ഒരു രസം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അങ്ങനെ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി പലഹാരങ്ങളൊക്കെ ടേബിളിലേക്ക് വെക്കുകയാണ് കേട്ടോ. ടേബിൾ നിറച്ചും പലഹാരങ്ങളാണ്. കാണാൻ തന്നെ നല്ല ഭംഗി. ഇതുപോലെയുള്ള ഗെറ്റ് ടുഗെദർ, ഇങ്ങനെയുള്ള ഒത്തുകൂടലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാൻ അവിടെ ആകുമ്പോൾ എനിക്ക് എത്തിപ്പെടാൻ പറ്റലില്ല. പക്ഷേ മാക്സിമം ഞാൻ മിസ്സാക്കാതെ നോക്കലുണ്ട്. ഭയങ്കര രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൂടാൻ. എല്ലാവരും കൂടിയിട്ട് കുറേ ടൈമുള്ള വർത്താനം പറയലും ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ടൈമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എളാപ്പ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രിപ്പ് പ്ലാനിങ് ആണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ടുള്ള ഭയങ്കര ചർച്ചയാണ്. ട്രിപ്പ് പോകാനായിട്ട് ഒരു ലേഡീസ് ഓൺലി ട്രിപ്പ്. കുട്ടികളൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ അമ്മായി ഇതാ എനിക്ക് പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്ത് തരികയാണ് കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ പോകും. അങ്ങനെ ഇതാ ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എന്തായാലും അടിപൊളി ഒരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.